പുതിയ ഗവേഷക ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് ഉന്നത അവസരങ്ങൾ നൽകുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ICMR പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നൽകുന്ന ഒരു പ്രതിഷ്ഠാത്മക പദ്ധതിയാണിത്. പ്രധാനമായും പുതിയ PhD അല്ലെങ്കിൽ MD അല്ലെങ്കിൽ MS ബിരുദധാരികൾക്ക് ഉന്നതമായ ഗവേഷണ അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കാനായിട്ടാണ് ഈ പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. ശാസ്ത്രമേഖലകളിലെ അടിസ്ഥാന ഗവേഷണത്തിലും ICMR കാലാകാലങ്ങളായി തിരിച്ചറിയുന്ന മറ്റ് മുൻഗണനാ മേഖലകളിലും പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കും. അത്യാധുനിക ഗവേഷണ വികസന സൗകര്യങ്ങളുള്ള ICMR ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പ്രവർത്തിക്കുന്നതിനായി എല്ലാ വർഷവും ഇത്തരത്തിൽ 50 ഫെലോഷിപ്പുകൾ നൽകാൻ ICMR ഉദ്ദേശിക്കുന്നുണ്ട്. ആവശ്യങ്ങൾക്കനുസരിച്ചായിരിക്കും ICMR ഡയറക്ടർ ജനറൽ ഈ ഫെലോഷിപ്പുകൾ അനുവദിക്കുക. പദ്ധതിയുടെ കാലാവധി 2 വർഷമാണ് ഫെലോഷിപ്പിന് കാലാവധിയുള്ളത്. അതേസമയം മികച്ച പ്രകടനത്തിൻ്റെയും ബന്ധപ്പെട്ട ICMR ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയോ കേന്ദ്രങ്ങളെയോ ഡയറക്ടർ, ഓഫീസർ ഇൻചാർജ് എന്നിവയുടെ ശുപാർശകളുടെയും അടിസ്ഥാനത്തിൽ ഇത് പരമാവധി 1 വർഷം കൂടി നീട്ടി നൽകുന്നുണ്ട്. അതേസമയം 1 വർഷം പൂർത്തിയാകും മുമ്പ് തന്നെ ഫെലോഷിപ്പ് ഉപേക്ഷിക്കുകയാണെങ്കിൽ ചേർന്ന തീയതി മുതൽ ഫെലോഷിപ്പ് വിടുന്ന തീയതി വരെയുള്ള കാലയളവിൽ ലഭിച്ച ഫെലോഷിപ്പ് തുക തിരികെ നൽകേണ്ടി വരും. പ്രതിമാസം 65,000 രൂപയാണ് കൺസോളിഡേറ്റഡ് ഫെലോഷിപ്പ്. വീട്ടുവാടക അനുവദനീയമായ നോൺ പ്രാക്ടീസിംഗ് അലവൻസുമായി ICMR PDF-കൾക്ക് ഇത് ലഭിക്കും. അതിനു പുറമെ 3 ലക്ഷം രൂപ കണ്ടിജൻസി ഗ്രാന്റ് ഇനത്തിൽ വർഷം തോറും ലഭിക്കും. ഇത്തരത്തിൽ ലഭിക്കുന്ന കണ്ടിജൻസി ഗ്രാന്റിന്റെ 25% യാത്രാ ചെലവുകൾ ഉൾപ്പെടെയുള്ള ദൈനംദിന ചെലവുകൾക്ക് ഉപയോഗിക്കാം. താമസമടക്കമുള്ള മറ്റ് ആനുകൂല്യങ്ങൾ ലഭ്യമാണെങ്കിൽ ICMR ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ താമസിക്കാനുള്ള സൗകര്യവും ഇവർ ഒരുക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം കേസുകളിൽ വീട്ടുവാടക അലവൻസ് ഉണ്ടായിരിക്കുന്നതല്ല. GRF അല്ലെങ്കിൽ ഗവേഷക അസോസിയേറ്റിനുള്ള ICMR നിയമങ്ങൾ അനുസരിച്ച് ICMR PDF-കൾക്ക് മെഡിക്കൽ ആനുകൂല്യങ്ങളും അവധിക്കും അർഹതയുണ്ടായിരിക്കും. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് ICMR PDF പദ്ധതിക്ക് യോഗ്യത ലഭിക്കുകയുള്ളൂ. അപേക്ഷിക്കേണ്ട പ്രായപരിധി 32 വയസ്സാണ്. അതേസമയം SC, ST, OBC, വനിതാ വിഭാഗം എന്നിവർക്ക് 5 വർഷത്തെ ഇളവും അനുവദിച്ചിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയിൽ PhD അല്ലെങ്കിൽ MD അല്ലെങ്കിൽ MS ബിരുദം പൂർത്തിയാക്കി 3 വർഷത്തിനുള്ളിൽ പുതിയ ബിരുദധാരികൾക്കോ അല്ലെങ്കിൽ താൽക്കാലിക ബിരുദം ലഭിച്ചവർക്കും അപേക്ഷിക്കാവുന്നതാണ്. പോസ്റ്റ് ഡോക്ടറൽ നിർദ്ദിഷ്ട ഗവേഷണ പ്രവർത്തനം PhD അല്ലെങ്കിൽ MD MS ഗവേഷക പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയായിരിക്കണം, അല്ലെങ്കിൽ അപേക്ഷ പരിഗണിക്കില്ല. അനർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ജോലി അടക്കമുള്ളവയുടെ അടിസ്ഥാനത്തിൽ സ്പോൺസറിംഗ് ഡയറക്ടറോ ഡയറക്ടർ ഇൻചാർജോ എന്നിവയുടെ അഭ്യർത്ഥനയോടൊപ്പം പരമാവധി 3 വർഷം വരെ പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ICMR ഡയറക്ടർ ജനറൽ ഇത് പരിഗണിക്കുകയും ഇളവ് നൽകുകയും ചെയ്യാം. PDF ഗ്രേഡിന് ഏറ്റവും കുറഞ്ഞത് സയന്റിസ്റ്റ് C ഗ്രേഡ് പദവി ഉണ്ടായിരിക്കണം. കുറഞ്ഞത് 3 ബാച്ചെങ്കിലും ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള MCI അംഗീകൃത ബിരുദാനന്തര മെഡിക്കൽ കോളേജുകളിൽ ICMR PDF പൂർത്തിയാക്കാൻ ബിരുദാനന്തര മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും അനുവാദമുണ്ട്. ഇക്കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അപേക്ഷകൾ അപൂർണമാണെങ്കിൽ നിരസിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പൂർണ്ണമായും പൂരിപ്പിച്ച അപേക്ഷകൾ അവസാന തീയതിയിലോ അതിനു മുൻപായോ എത്തിക്കേണ്ടതുണ്ട്. അപേക്ഷകർക്ക് സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും അവയുടെ മാൻഡേറ്റുകളും അറിയാൻ പ്രത്യേക ICMR ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. സ്പോൺസർ ചെയ്യുന്ന ICMR സ്ഥാപനങ്ങളുടെയോ കേന്ദ്രങ്ങളുടെയോ ഡയറക്ടറുടെയോ ഓഫീസ് ഇൻചാർജ് ശുപാർശയില്ലാതെ ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. തീസിസുകൾ, ഉദ്ധരണികൾ, ഇമ്പാക്ട് ഫാക്ടറുകൾ എന്നിങ്ങനെയുള്ളവയുടെ അടിസ്ഥാനമാക്കി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത അപേക്ഷകരിൽ നിന്നും ICMR ഡയറക്ടർ ജനറൽ പ്രത്യേകം രൂപീകരിച്ച സെലക്ഷൻ കമ്മിറ്റി നടത്തുന്ന അഭിമുഖത്തിലൂടെയായിരിക്കും ICMR സെനറ്ററി പോസ്റ്റ് ഡോക്ടർ ഫെലോമാരെ തിരഞ്ഞെടുക്കുന്നത്. ന്യൂഡൽഹിയിലുള്ള ICMR ആസ്ഥാനത്ത് വെച്ചായിരിക്കും അഭിമുഖം നടക്കുക. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അവരുടെ അപേക്ഷകൾ സ്പോൺസർ ചെയ്യുന്ന ICMR ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വഴി സമർപ്പിക്കാം. വിദേശത്ത് നിന്നും വരുന്ന അപേക്ഷകർ യോഗ്യരാണെന്നും കമ്മിറ്റി അനുയോജ്യരാണെന്നും കണ്ടെത്തിയാൽ അവരുടെ അസാന്നിധ്യത്തിലും പരിഗണിക്കാവുന്നതാണ്. അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ: പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സ്കൂൾ ലിവിംഗ് അല്ലെങ്കിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, മാർക്ക് ഷീറ്റുകൾ, ഗ്രേഡ് കാർഡുകൾ, ഡിഗ്രി എന്നിവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, ബാധകമെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, പ്രസിദ്ധീകരണങ്ങളുടെ പുനഃപ്രസിദ്ധീകരണങ്ങൾ, PhD തീസിസിന്റെ ഒരു പേജ് സംഗ്രഹം, പ്രസിദ്ധീകരണത്തിനും പ്രീ പ്രിന്റുകൾക്കും സ്വീകരിച്ച പേപ്പറുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, വിശദമായ ഗവേഷക നിർദ്ദേശങ്ങൾ, 2 റഫർമാരുടെ സാക്ഷ്യപത്രങ്ങൾ, അതിൽ ഒരാൾ PhD ഗൈഡ് ആയിരുന്നിരിക്കണം,
ICMR RIO പരിശോധിച്ചുറപ്പിച്ച പരിശോധനാ റിപ്പോർട്ടും ഇക്കൂട്ടത്തിലുണ്ടായിരിക്കണം.